ഹലോ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവതാര പുലികൾ തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഈ അവതാര പുലികളുടെ സംപ്രേഷണം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് 2 വയസ്സുള്ള കുഞ്ഞിനെ ഉറക്കപ്പായിൽ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ നിന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ പ്രഖ്യാപിക്കും. പ്രതിയുടെ വിശദാംശങ്ങളും അദ്ദേഹം പ്രഖ്യാപിക്കും. ആ സമയം നമ്മൾ ആ വാർത്താ സമ്മേളനം നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്യും. ഈ അവതാരപുലികൾ നിങ്ങൾക്കറിയാം, ഇത് പതിവ് പോലെ ഇന്നും സംപ്രേഷണം ചെയ്യുന്നത് മണിയുടെ മീഡിയ സിറ്റിയിലെ ഞങ്ങളുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. അപ്പോൾ 12K വിസ്താരയുടെ എല്ലാ സാങ്കേതിക സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ചില സർപ്രൈസുകളൊക്കെ ബാക്കിയാക്കിയായിരിക്കും ഈ പരിപാടി ഇന്ന് പതിവ് പോലെ പുരോഗമിക്കുക. അപ്പോൾ എല്ലാ പ്രേക്ഷകരും നമുക്കൊപ്പം തന്നെ തുടരുക. അവതാരപുലികൾ തുടങ്ങുന്നു. പ്രിയപ്പെട്ടവർക്കറിയാം, 24ൻ്റെ സ്റ്റാർ അവതാരകരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അവരുടെ വിശേഷങ്ങളും അവർ കടന്നു വന്ന വഴികളിലെ പ്രത്യേകതകളും അതേപോലെ വാർത്താ അധിഷ്ഠിത പരിപാടികളിൽ അവർ നേരിടുന്ന വെല്ലുവിളികളും അതുപോലെ വാർത്താ സമൂഹത്തിൻ്റെ പ്രതികരണങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഈ പരിപാടി അടുത്ത 3 മണിക്കൂറിൽ നമ്മുടെ സ്വീകരണ മുറികളിൽ എത്തുക. അപ്പോൾ നമ്മുടെ അവതാരകരെ വിളിക്കണ്ടേ? നമുക്കൊപ്പം ചേരുന്നു 24ൻ്റെ സ്റ്റാർ പ്രസൻറ്റേഴ്സ്. യു ആർ വെൽക്കം. Hi Anuja. Hi sir. Hi PP James. Hi. Okay. ഇവിടെ കൂടെ നോക്കാവുന്നതാണ്. പ്രജലക്ഷ്മി, സ്മിത ഹരിദാസ്, Sir. ടിക്കരജിത്ത്, എല്ലാവർക്കും സുഖം തരുന്നു. ഓക്കെ ഉന്മേഷ്. ഓക്കെ. അപ്പോൾ പ്രജൻസി കണ്ണൻ നമ്മുടെ ആസ്ഥാന ഗായകനും കൂടി എത്തിയിട്ടുണ്ട് അതല്ലേ? ഇന്നിപ്പം ചില മേളങ്ങളൊക്കെ വേണ്ടി വരും. വിജയകുമാർ, ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു വിജയകുമാർ? സുഖമായിട്ട് പോകുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല, മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ പോകുന്നു. സിനിമയിൽ വല്ലതും ഇല്ല. കാരണം പൊതുവേ ഒരു സംസാരമുണ്ട് നമ്മുടെ വിജയകുമാറിന് ഗ്ലാമർ റിലേഷൻ കൂടിയെന്ന്. ആണല്ലേ? ഇത് ആരാ വെറുതെ പ്രചരിപ്പിക്കുക അല്ലേ? പറഞ്ഞപ്പോഴേ ചാടി വീണു. ഞാനല്ല അസൂയാലു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വളരെ നന്നായി. അപ്പം മാത്രമല്ല ഗ്ലാമർ ആൾക്കാരെ കൂടുതൽ നല്ലതല്ലേ? നമുക്കൊരു സിനിമ പിടിക്കേണ്ടി വന്നാൽ നമുക്ക് പുറത്തുനിന്ന് താരങ്ങൾ വേണ്ടല്ലോ. ആൾക്കാരൊക്കെ ഈ ചില ആൾക്കാരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ആഷ്മി സിനിമയിൽ അഭിനയിപ്പിക്കണം. കാര്യം ഇവിടുത്തെ ശല്യം ഒഴിയാൻ വേണ്ടിയാന്ന് തോന്നുന്നു. കാരണം പക്ഷേ സിനിമയിൽ കഥാപ്രസംഗത്തിന് അവസരമില്ല. വന്നിറങ്ങിയാണ് ഒരു സിറ്റുവേഷൻ പോലെ. ഓക്കെ. അപ്പോൾ ആഷ്മി, ഇന്നിപ്പം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ള വാർത്ത തന്നെയായിരുന്നു അത് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. അപ്പോൾ ആ വാർത്തയിലെ പ്രതിയെ ഇന്ന് പിടിച്ചു എന്നാണ് വാർത്ത വരുന്നത്. അപ്പോൾ അയാളുടെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഈ പേട്ടയിലാണല്ലോ ഈ സംഭവം നടന്നത്. ആഷ്മി, എങ്ങനെയാ വാർത്ത ഓർമ്മിക്കുന്നത്? വാർത്ത നമ്മൾ വളരെ ഞെട്ടലോടുകൂടിയാണ് കണ്ടത്. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് വലിയ ആകാംക്ഷ ആ ദിവസം മൊത്തം ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് കണ്ടപ്പോൾ വലിയ ദീർഘനിശ്വാസം എന്നാൽ ഓയൂരെ കുഞ്ഞിനെ കിട്ടിയപ്പോൾ എന്താണ് ആ ഒരു സ്നേഹമുള്ളിലുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പോഴും ദുരൂഹത അങ്ങനെ തുടരുകയായിരുന്നു. എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്? തട്ടിക്കൊണ്ട് പോയത് ആരാണ്? ഇതുവരെ പോലീസ് ഒന്നും പറഞ്ഞിരുന്നില്ല. ഈ പ്രതിയെ പറ്റി ഒരു സൂചന ഉണ്ടായിരുന്നില്ല. ഇന്ന് പെട്ടെന്ന് പ്രതിയെ പിടിച്ചു എന്നുള്ളത് സർപ്രൈസ് ആണ്. എന്താണ് ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ പോകുന്നു. അപ്പോൾ പ്രജൻസി കണ്ണൻ, നമ്മളിപ്പോൾ എങ്ങനെയാ തുടങ്ങുക ഇന്ന്? ഇന്നിപ്പോ കാരണം മംഗളംപാടിയല്ലേ നമ്മൾ അവസാനിപ്പിക്കുന്നത്. വിജയേട്ടൻ വന്നിരിക്കുന്നത് ഇന്ന് എന്തോ ഒരു മേളത്തിന്റെ കാര്യം പറഞ്ഞു. അല്ല, ഞാൻ ഒരു സാധനം കൊണ്ടുവന്നായിരുന്നു. ഇപ്പൊ എവിടെയാന്ന് കാണുന്നില്ല. അതല്ലോ, എന്തായിരുന്നു ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ വഴി കളയാൻ പാടില്ല. അത് ഇവിടെ എവിടെയോ വെച്ചു. സംഘടിപ്പിക്കാല്ലേ? നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ വിജയകുമാർ വളരെ പ്രിക്കോഷൻ എടുക്കുന്ന ആളാണ് ജീവിതത്തിൽ. അതുമായി 24ലെ കട്ടയം പടവും മടങ്ങിയാലേ ജീവിതത്തിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മേളത്തിലേക്ക് നീങ്ങുകയാണ്. എവിടേക്കാ കൊട്ടിയിട്ടുള്ള മേളം? പൂരത്തിന് കാണാൻ പോയിട്ടുണ്ടോ? അപ്പൊ ആദ്യമായിട്ടാണ് പബ്ലിക്കായിട്ട് ഈ മേളം ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ ബുക്കിംഗ് തുടരുന്നു. അപ്പൊ വിജയകുമാർ, അപ്പൊ അത് എന്റെ കൈ വന്നിട്ടില്ല. ഇല്ലല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യൂ, സാധനം കൊണ്ടുവരൂ. സാധനം കയ്യിലുണ്ടോ? അതിനു മുമ്പ് പ്രജിന്റെ പാട്ടായാലോ? അല്ലല്ലേ, ഇപ്പൊ കൊണ്ടുവരാന്ന് പറയുന്നു. ഇപ്പൊ കൊണ്ടുവരാം. ഇൻസ്ട്രുമെന്റിന്റെ പേരൊന്ന് ചോദിക്കൂ. എന്താണ് സാർ അതിന്റെ പേര്? അതിന്റെ പേര് ദർബൂക്ക. അതൊരു ടർക്കിഷ് വാദ്യോപകരണമാണ്. ഇത് കസേരയാണ്. ഞാൻ വിചാരിച്ചു ഈ കസേര രൂപത്തിലാണോ ദർബുക്ക ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ് കസേര രൂപത്തിൽ ഇതായി ഷേപ്പ്. ഇതാണ് അത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പുതിയ കാര്യമാണെങ്കിലും നാട്ടുകാർക്കൊക്കെ ഇത് അറിയാവുന്നതാണ്. കണ്ടാ തോന്നുന്നു സ്പേസ് ഷട്ടിൽ നിന്ന് വീണ. ഒന്ന് പൊക്കി കാണിച്ചോ. ഇതാണ് സാധനം.
ഓ എന്റെ അമ്മ ഇതിന് ശബ്ദമൊക്കെ ഉണ്ട്. അതാണ് സാധനം. ഇത് നമ്മള് അടിച്ച് കാസർഗോഡ് തുർക്കിയാണ് ഇതിന്റെ നോക്കാനില്ല. തുർക്കിയാണ് ഇതിന്റെ ജന്മദേശം. തുർക്കിയാണ്. അതെ. ആരാ അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? അത് എങ്ങനെയൊക്കെയോ പറഞ്ഞ പോലെ നമ്മളങ്ങ് എടുത്തത്. വിജയകുമാരൻ തുർക്കിയായിട്ടുള്ള ബന്ധം എന്താ? ഞാനും തുർക്കിയായിട്ട് ഒരു ബന്ധമില്ല. പണ്ട് സ്കൂളിൽ പഠിക്കാൻ ഉണ്ടായിരുന്നു, ചരിത്ര പുസ്തകത്തിൽ അത്രേ ബന്ധമുള്ളൂ. പി ജെയിംസ് തുർക്കിയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തുർക്കിയിൽ ഇപ്പൊ തയ്യിപ്പ് എർദോഗാൻ ഭരിച്ചുകൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല രീതിയിലാണ് തുർക്കി പോകുന്നത്. അല്ല, കാരണം നമ്മൾ ഇന്റർനാഷണൽ വാർത്ത പറയാതെ തുർക്കിയെ കുറിച്ച് പറയാൻ അപ്പൊ പറ്റും. എർദോഗനെ നമ്മൾ ഈ ഘട്ടത്തിൽ അനുസ്മരിക്കണം, വേണ്ടല്ലേ? അല്ല, അയാൾ നമ്മുടെ ഇന്ത്യയുടെ അത്ര നല്ല ബന്ധമല്ല എർദോഗൻ. ബന്ധമല്ല. അല്ല, ഈ എന്തായാലും ഈ കൊട്ട് നമ്മൾ എർദോഗന് സമർപ്പിക്കും. എന്ന് മാത്രമല്ല, സംഗീതത്തിന്റെ ഒക്കെ ഏറ്റവും നല്ല സ്ഥലങ്ങളാണ് തുർക്കി. അതെ അതെ അതെ. മനോഹരമായ ഇത് ടർക്കിഷ് ആണ്. നമ്മൾ PP പോയിട്ടുണ്ടോ അവിടെ? പോയിട്ടുണ്ട്. എന്റെ അമ്മു. ഇല്ലെന്ന് പറഞ്ഞാലും നമുക്ക് ഇനിയിപ്പോ നോക്കാൻ എനിക്ക് പറ്റില്ല. ഇല്ലെന്ന് പറഞ്ഞാല് രക്ഷയില്ലല്ലേ? ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വിജയകുമാർ, എനിക്ക് തോന്നുന്നത് പിപിയുടെ ജീവിതം എടുത്തു കഴിഞ്ഞാല് ഏതൊക്കെ രാജ്യത്ത് പോയിട്ടില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഏതാണ്ട് 72 രാജ്യങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം UN സെക്രട്ടറി ആണല്ലേ പോയി? ജെയിംസ് സാർ ജെയിംസ് പോയിട്ടുണ്ടല്ലേ? എനിക്കറിയില്ലായിരുന്നു. ഓക്കെ. അല്ല 72 കറക്റ്റ് അല്ലേ? 72 2 രാജ്യം കുറയും. 70 വരെ പോയി. അതിന്റെ ബോർഡറിൽ നിന്നായിരുന്നു മറ്റേ 2 രാജ്യത്തിന്റെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സാർ, ഞാൻ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇത് ഞാൻ പഠിച്ചിട്ടില്ല. ഇത് ഞാൻ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങി പിന്നെന്തോ സാധാരണ ആളെ കൂലിക്കെടുത്ത് അല്ല അല്ല ഇത് നമ്മൾ ഒരു ഓഫ് ഡേ ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷത്തിന് മനസ്സമാധാനത്തിന് വേണ്ടി പ്ലേ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. തെറ്റുകുറ്റങ്ങൾ എക്സ്ക്യൂസ് മീ, ഇത് കുട്ടി അയലത്തുകാരുടെ മനസ്സമാധാനം കളഞ്ഞിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. ഓഫ് ഡേ കാലത്ത് സമാധാനമില്ല. അതെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മൈക്ക് പിടിച്ചു കൊടുക്കാൻ പ്രജൻസി ഇതില് ഞാൻ പറയാം. അത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതൊരു നമ്മുടെ ഇന്ത്യൻ സംഗീതോപകരണം അല്ലാത്തതുകൊണ്ട് ചില പ്രത്യേകതയുണ്ട്. നമ്മളിത് ഇരുന്നിട്ട് ഇങ്ങനെയാണ് ഇത് സാധാരണ ഇത് പ്ലേ ചെയ്യുക. അപ്പൊ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഇതിന് സമാനമായ ഒരു വാദ്യോപകരണം ഉണ്ട്, ജെംബെ എന്ന് പറയും. അത് ആഫ്രിക്കനാണ്. അതെ അതെ. അത് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ജെംബെ പോലെ ദർബൂക്ക പ്ലേ ചെയ്യുവാണ്. അപ്പൊ ഇതില് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം. ഞാൻ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. ഇതേത് താളമാന്നുള്ളതാ? തൃശ്ശൂരിലെ അരഞ്ഞിത്തറ മേളം പോലെ ഇരിക്കും. അതെ. 2 മൈക്ക് പിടിക്കണോ? മോശമായ തറയിൽ അതെ, ഇതിന് പല ശവം ഒന്നതാണ്.
വിജയ സൂപ്പർ Thank you, thank you. ചെറിയൊരു കാര്യമുണ്ട്. ആ പ്രജിൻ, അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടിന്റെ കൂടെ ഈ താളം അടിക്കാൻ പറ്റുമോ നോക്കണ്ടേ? അല്ലേ അത് എസ്കേൻ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റ് ആ ആണ്. ആ വിജയൻ പണി പോയാലും ജീവിക്കും. ആ എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങത്തൊന്നുമില്ല. മാത്രമല്ല ഈ ഒരു സാധനം കൊണ്ട് സ്ട്രീറ്റിലോട്ട് ഇറങ്ങി എന്നാ കളക്ഷൻ ആയിരിക്കും. ചേട്ടനെ പെരുവഴിയിലാക്കുന്നാണോ? അല്ല ചിലപ്പോ ഇതിനേക്കാൾ സൂപ്പർ ആയിരിക്കും വിജയ. ആയിരിക്കുമല്ലോ. പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഓ, നമ്മൾ അത് ശരി. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇതില് പോരാ എന്നാണല്ലേ മുതലാളി പറഞ്ഞു വരുന്നത്. അത് correct. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, മനസ്സിലിരിപ്പൊക്കെ പുറത്തു വരുന്നു വിജയേട്ടാ. ഇടലമായി. ഓക്കെ, വിജയന്റെ പോലെ ഒരാൾ കൂടി ചാൻസ് ഉണ്ട്, സ്മിതയും ആണ്. നൃത്തം. ആ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ പ്രജിൻ നമുക്കൊന്ന് ചേട്ടാ വല്ല നാടൻ പാട്ടൊക്കെ ആണല്ലേ പ്രജിനെ പറ്റത്തുള്ളൂ. കാരണം അതെ നാടൻ. അപ്പൊ നമുക്ക് ഡാൻസ് ഇതില് ബാക്കിയെല്ലാം പറ്റണമെന്നില്ല. പാടിയല്ലോ നാടൻ പാട്ട് നാടൻ പാട്ട്. പാടിക്കേ. പ്രമദോനം പാടരുന്ന് പറഞ്ഞു. അതാണോ നാടൻ പാട്ട്? ആ നാടൻ പാട്ട് അറിയുന്നില്ലെന്നേ. ഈ ഇത് പാടാം, കുട്ടനാടൻ ചായപ്പാട്ട്, നാടൻ പാട്ട് ചായപ്പാട്ട്. ആർക്കാ അറിയാവുന്നേ? കുട്ടനാടൻ മുഞ്ചേരി ചേച്ചിക്ക് അറിയോ പാടും. നാടൻ പാട്ട്? കുട്ടനാടൻ മുഞ്ചേരി പാടും. പ്രേതയ്ക്ക് അറിയാം. അല്ല അന്തിക്കടപ്പുറത്ത് ഇത് പാടാൻ പറ്റുമോ? അല്ല ഇത് വായിക്കാൻ പറ്റുമോ? ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിട ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിട ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ. കാലുമേലെ കാല് കേറ്റി സോഫയിൽ ഇരുന്നു നീ. മേനിയാകെ കോളു കേറ്റി ഒരേറു നോട്ടം കൊണ്ടിന്നലെ ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനയെ. ഓക്കെ, താങ്ക് യു വിജയ. മുരളി സൂപ്പറായി. എന്നെ മുരളി എന്ന് വിളിച്ചാൽ നമ്മൾ തിരിച്ചൊരു മുരളി സൂപ്പറായി. അപ്പൊ ഇനി കസേര മാറ്റാമല്ലോ. കസേര മാറ്റാം. ഓക്കെ ഓക്കെ. ആ പ്രവിത, Yes, yes. പ്രവിതയ്ക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരാം. കേട്ടോ? അപ്പൊ ആ വീഡിയോ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പ്രവിതയ്ക്ക് ടെൻഷൻ ഉണ്ടോ വീഡിയോ കാണിക്കുമ്പോൾ? എന്താണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും എന്നുള്ളതാ. അതായത് ഒരു റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഉരുണ്ടു വീഴുകയും തദ്വാര പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഓർമ്മയുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. ഓർമ്മയില്ലല്ലേ? ഒരു ഓർമ്മയില്ല? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബ്രേക്ക് വിട്ടു വരാം, അപ്പോഴത്തേനും ഓർമ്മിക്കാൻ സമയം കിട്ടും. വെൽക്കം ബാക്ക് ടു അവതാര പുലികൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ സംപ്രേഷണം തുടരുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയുന്നത് പോലെ വിജയകുമാറിൻ്റെ കൊട്ടൊക്കെ പ്രേക്ഷകർ ഇഷ്ടമായി. പലരും ഉത്സവമേളത്തിനൊക്കെ വിളിക്കുന്നുണ്ട്. പല്ലാവൂർ വിജയൻ എന്ന് പേര് മാറ്റണമെന്നും ആളുകൾ പറയുന്നു. ഞാൻ മച്ചാട്ട് വിജയകുമാർ എന്നാക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. വിജയകുമാർ ഇത് വരെ ഇഷ്ടം? രണ്ടും കൊള്ളാം. രണ്ടും പ്രശസ്ത മേളം കൊണ്ട് പ്രശസ്ത അതെ അതെ അതെ. അപ്പം മച്ചാട്ടിൽ നിന്ന് പല്ലാവൂർ വരെ എത്താൻ താമസമുണ്ടല്ലോ. അതെ, അല്ലേ? അപ്പോൾ റേറ്റ് കൂടെ പറയാമെങ്കിൽ പിന്നെ എളുപ്പമായിരിക്കും. ബുക്കിംഗ് തുടരുന്നു. പരിപാടി വരുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഓക്കെ, അടുത്തതായി പല്ലാവൂർ വിജയന്റെ എന്നൊക്കെ പറഞ്ഞ് ഉത്സവപ്പറമ്പുകളതൊക്കെ കേൾക്കാൻ വരും. അപ്പോൾ പ്രവിത ലക്ഷ്മി, ഞാൻ പറഞ്ഞ കാര്യം താങ്കളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന സർപ്രൈസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്തു. പ്ലേ. അപ്പോൾ ഇതാരാണ് പ്രിയദലക്ഷ്മി? എന്റെ ചേട്ടന്റെ മോളാണ്. ആണോ? ഞാൻ വിചാരിച്ചു പ്രിയദലക്ഷ്മി ആണെന്ന് വിചാരിച്ചു. ആണോ? പ്രിയദലക്ഷ്മി കുട്ടിക്കാലമാണെന്ന് വിചാരിച്ചു. അപ്പൊ പ്രിയദലക്ഷ്മി അതുപോലെ ഇരിക്കുന്നു അല്ലേ? പ്രിയദലക്ഷ്മിക്ക് പരിചയമുള്ള 1-2 ആൾക്കാർ ഇവിടെ ഇപ്പൊ വരും. അപ്പൊ വരൂ. സ്വാഗതം. ആ കഥ അങ്ങ് ചെറുതായിട്ട് തുറന്നുള്ളൂ. എവിടെ വിളിക്കുന്നേ? ആ വരൂ. ഹായ്. ഓക്കെ. ഇദ്ദേഹത്തിനെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ. ശ്രുതിബാല, അപ്പം
കുഞ്ഞി ഇവിടെ ഫേമസ് ആണ് കാരണം ഇപ്പം കുഞ്ഞിനെ എന്റെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ട് ഇവിടെ എല്ലാവർക്കും അറിയാം. ആ അപ്പൊ ഇത് നിങ്ങളുടെ ബന്ധം എങ്ങനെയാ? നിങ്ങളുടെ ബന്ധം നമുക്കറിയില്ലായിരുന്നല്ലോ. ഇത് എന്റെ ചേട്ടന്റെ വൈഫ് മോള്. ഓ ഗ്രേറ്റ്. അപ്പൊ ഇത് നമുക്ക് നമ്മോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സുധാല രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അല്ലേ? പറഞ്ഞിട്ടുണ്ടോ അത്? ഓക്കെ. അപ്പൊ ഈ പ്രവിതാലക്ഷ്മി എത്ര കാലമായിട്ട് അറിയാപ്പോ? മൈക്ക് പറയും. താങ്കളുടെ അവതാരകയല്ലേ? കുറെ കാലമായിട്ട് ഫ്ലവേഴ്സിൽ ആങ്കർ ചെയ്തിട്ട് അല്ല, ഞങ്ങള് ചെറുപ്പം തൊട്ടേ അറിയാം. ഞാന് പ്രവീൺ ചേട്ടൻ ഒന്നാം ക്ലാസ് ആണ്. അറിയാൻ തോന്നുന്നു. അതെ അതെ, ഒന്നാം ക്ലാസ് മുതൽ അറിയാം. ഞാന് പ്രവീൺ ചേട്ടൻ പ്രവീത ഞങ്ങൾ എല്ലാവരും ഒരു ഒന്നാം ക്ലാസ് ഒക്കെ തൊട്ട് ഒരുമിച്ചാണ് ഡാൻസ് പഠിച്ച് വന്നത്. അപ്പൊ അങ്ങോട്ടേ ഉള്ള ഒരു കൂട്ടാണ്. ഓക്കെ. അങ്ങനെ ഡാൻസിലൂടെ കയറിയതാണോ ഈ ദാമ്പത്യത്തിലേക്ക്? അങ്ങനെയും പറയാം, വേണമെങ്കിലും പറയാം അല്ലേ? ഓക്കെ. അതെ അതെ, അങ്ങനെയാണെങ്കിൽ പറയാം. അങ്ങനെ ഈ പ്രവിതയെ കുറച്ച് കാലമായി കണ്ടിട്ട് ഉള്ള ഒരാള് രണ്ടുപേര് വന്നിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല കാണാനൊരു താല്പര്യമുണ്ട്. പ്രവിതയെ ഒന്ന് അച്ഛനും അമ്മയായിരിക്കും. അല്ല, പരിചയപ്പെടാൻ വന്നിട്ടുണ്ട്. പരിചയപ്പെടാൻ വേണ്ടിയാ. ഓക്കെ, വിളിക്കട്ടെ ഞാൻ. അപ്പൊ തീർച്ചയായിട്ടും. പ്രവിത ലക്ഷ്മിയെ പരിചയപ്പെടാനുള്ളവർ വരൂ. വരിക. ഓ ഇവിടെ. അപ്പൊ അമ്മ അല്ലേ, അത് അച്ഛൻ അല്ലേ? ഈ കുട്ടിയെ ഇങ്ങോട്ട് അയച്ചത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയില്ലേ? അതിനുവേണ്ടി വിളിപ്പിച്ചാ നമ്മള്. എന്തൊക്കെയാണ് ഇതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ. അമ്മയ്ക്ക് എന്താ ഇപ്പൊ പറയാൻ തോന്നുന്നത്? അമ്മ പറഞ്ഞിരുന്നോ പ്രവിതലക്ഷ്മിയോട്? സർപ്രൈസ് ആക്കിയില്ലേ? സർപ്രൈസ് ആയോ? അല്ല, എനിക്ക് എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം കാണിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അല്ല, എന്നാലും പ്രവിത ഇത് ഈ രഹസ്യം ചുരണ്ടി എടുക്കാൻ ശ്രമിച്ചോ? ഇല്ല, എനിക്ക് അറിയണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ അറിയണം എന്നില്ലായിരുന്നു. എന്നാലും അതിനകത്തൊരു കള്ളത്തരല്ലേ വിജയ? അല്ലേ? അതെന്താ അറിയോ, എന്താണെങ്കിലും വരും എന്ന് എനിക്കറിയാം. കാണിക്കും എന്നറിയായിരുന്നു. മോളെ കൈ കൊടുക്ക്. എന്താ മോളുടെ പേര്? ആ, മോൾക്ക് ഈ അമ്മായി എന്തുവാ വിളിക്കുന്നേ? അമ്മായി തന്നെയാണോ? ഓക്കെ. അപ്പൊ അച്ഛൻ ഗൾഫിലാണ് ജോലി. ഇപ്പൊ നാട്ടിലാ? ഇപ്പൊ നാട്ടില. അവസാനിപ്പിച്ചു പോന്നോ? തൽക്കാലം. ഇനിയും പോവും. ഇനിയും ഭീഷണിയുണ്ട് അല്ലേ? അപ്പൊ ഈ പ്രവിതാലക്ഷ്മി ഭയങ്കര കുറുമ്പത്തിയാട്ടോ ഓഫീസില്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ വീട്ടിലും ചെറുപ്പത്തിലേ അതായിരുന്നു. നാണം കെടുത്തല്ലേ? പക്ഷെ എന്നാലും നല്ല പാവമുള്ള കുറുമ്പ ആണല്ലേ? അമ്മയ്ക്ക് എന്തോ അഭിപ്രായം? വല്ലോണ്ട് ഇപ്പൊ പറഞ്ഞോളൂ, നമുക്ക് കുട്ടിയെ നേരെയാക്കാൻ പറ്റിയ സമയമാണ്. ഇതാകുമ്പോ ലക്ഷക്കണക്കിന് പ്രേക്ഷകരും കണ്ടോണ്ടിരിക്കുക. ഞാൻ വീട്ടിൽ സൈലന്റ് ആയിരുന്നില്ലേ അമ്മേ? അങ്ങനെ അങ്ങനെ പറയാനോ? ശേഷം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഈ സൈലന്റ് ആണെന്ന് പറഞ്ഞാൽ ഈ ഓഫീസിൽ നിരന്തരം നിൽക്കുന്ന ആൾക്കാരാ ഇവര് ബോധം കെട്ട് വീഴും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ആസ്ഥാന ഗായകനുണ്ട്, പ്രജിൻസി കണ്ണൻ. അതുപോലെ ഒരു ആസ്ഥാന ആശാട്ടി ഡാൻസറായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ പാട്ടോ? പാട്ട് നമ്മള് പാട്ടുമുണ്ട് അമ്മേ, പാട്ടുമുണ്ട് കേട്ടോ. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക. അപ്പൊ വാർത്ത ഇല്ലയോ? അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ പറഞ്ഞത്, അതുണ്ടല്ലോ. അപ്പോൾ അപ്പോൾ അമ്മയുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് മകള് വാർത്തയിലൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടോ? എങ്ങനെ അതിന്റെ അവസ്ഥ? ഇപ്പൊ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അച്ഛന് കുറച്ചുകൂടെ നിശ്ചിതമായിട്ടുള്ള അഭിപ്രായം കാണും. മുഖത്ത് നോക്കരുത്, മുഖത്ത് നോക്കാതെ അച്ഛൻ പറയണം. വേറെ ആരെയും വിമർശിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം മകളെ. കാരണം വെച്ചാൽ എനിക്ക് അമ്മ പറയുന്നത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ അച്ഛൻ വാർത്ത കാണാറില്ലേ? ഉണ്ട്, എപ്പോഴും കാണണ്ടേ? കാണും. കാരണം വെച്ചാൽ എന്നിട്ടാലും 24 ഉള്ളൂ. രാവിലെ എണീച്ചാൽ 24, കിടക്കാൻ നേരത്തും 24. അപ്പൊ ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങുമല്ലോ. അപ്പൊ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് കയറിയപ്പോ അമ്മ ആലോചിച്ചു, യൗമാർ ഇവിടെ ഉണ്ടോ എന്നായിരിക്കും ആലോചിച്ചല്ലേ? അതല്ല, മൊത്തം അനലൈസ് ചെയ്യുക, ആരൊക്കെ എന്തൊക്കെ അഭിപ്രായം പറഞ്ഞു ആണല്ലേ. എന്നിട്ട് അത് മോളുടെ അടുത്ത് പറയും. ഞാൻ വെറും കണ്ടോണ്ടിരിക്കും അതൊക്കെ. ആണല്ലേ. ശ്രുതിമാല എത്ര കാലം ഒന്നിച്ച് ഡാൻസ് പഠിച്ചു? ഞങ്ങളൊരു 10-17 വർഷം. ചെറുപ്പം നിങ്ങൾ ഒരേ സ്കൂളിലാണോ പഠിച്ചത്? ഒരേ സ്കൂളിലല്ല. അല്ല, ഞങ്ങൾ ഒന്നിച്ച് മത്സരിച്ചിട്ടുണ്ട്. ഞങ്ങള് ജില്ലാ തലത്തിൽ രണ്ടുപേരും ഒരുമിച്ച് കലാതിലകമായിട്ടുണ്ട്. ഇപ്പോഴും മത്സരം തുടരുമല്ലേ? ഇപ്പൊ മത്സരം ഇല്ല. അപ്പൊ സഹോദരൻ എങ്ങനെ പരിചയപ്പെട്ടത്? അല്ല, പ്രവീൺ ചേട്ടൻ ഡാൻസറാണ്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഡാൻസ് പഠിച്ചിരുന്നത്. നിങ്ങൾ കുടുംബത്തോടെ ഡാൻസറാണ്? ചേട്ടനാണ് ആദ്യം ഡാൻസ് പഠിച്ച് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കണ്ടിട്ടാണ് എനിക്ക് താല്പര്യം തോന്നി തുടങ്ങിയത്. അച്ഛൻ എന്നോട് ദേഷ്യപ്പെടരുത്. അച്ഛൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിച്ചില്ല, കണ്ട് രസിക്കും. അമ്മയോ? ഇല്ല. ഞാൻ വിചാരിച്ചു നീ കുടുംബ പാരമ്പര്യമായിട്ട് നിങ്ങൾ ഡാൻസ് കക്ഷികളാണ്. അങ്ങനെയാണോ? അല്ല, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. അച്ഛനെ അമ്മയെ സാക്ഷിയാക്കി, ശ്രുതിബാലൻ സാക്ഷിയാക്കി. മോളെ അമ്മായിയുടെ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ.
ഭയങ്കര ഗൗരവമാണല്ലേ നമ്മളെ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഒരാളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ അച്ഛനും അമ്മയും കൂടെ അറിയേണ്ടതാ. ആ, വിചാരണ. ഇനി ചോദ്യം പ്ലേ. ഹായ് പ്രവിത ചേച്ചി, എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ചേച്ചി ഡാൻസ് ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഞാൻ തീരെ ചെറുതായിരുന്നു. എൻ്റെ പേര് അനന്തലക്ഷ്മി. ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോ ശ്രുതി ബാല ചേച്ചിയുടെ കൂടെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ചേച്ചിയുടെ അമ്മയൊക്കെ നന്നായിട്ട് അറിയാം. നല്ലൊരു ഡാൻസർ ആണെന്നും അറിയാം. കുഞ്ഞിലെ തൊട്ടേ ചേച്ചിയുടെ ഡാൻസും എല്ലാം കണ്ടു തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളതും. അതുപോലെ ചേച്ചിയുടെ ബ്രദറിന്റെ ഡാൻസും. അപ്പൊ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ന്യൂസ് റീഡിംഗ് മേഖലയിലേക്ക് വന്നിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം. അപ്പൊ എങ്ങനെയാണ് ഡാൻസും ന്യൂസ് റീഡിങ്ങും എല്ലാം ഒറ്റ രീതിയിൽ കൊണ്ടുപോകുന്നത്? അതിനെപ്പറ്റി ഒന്ന് പറയോ? ഓക്കെ, അതിനെപ്പറ്റി പറയൂ. അല്ല, ഞാൻ ഡാൻസ് എനിക്ക് തോന്നുന്നു ഒരു കോളേജ് അത് ജേർണലിസം പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഗ്യാപ്പ് വന്നു. എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷം ഗ്യാപ്പ് വന്നു. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഡാൻസ് ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഡാൻസിലേക്ക് വീണ്ടും സജീവം. അയാൾ ചോദിച്ച ചോദ്യം എന്തറിയോ, എങ്ങനെയാണ് നൃത്തവും വാർത്തയും തമ്മിൽ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ? അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ജേർണലിസം ഫീൽഡിൽ വന്നേ പിന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല. ഓണറിലുള്ള ഡാൻസിനെ കുറിച്ചല്ല ചോദിച്ചത്. അല്ല, രണ്ടും കൂടി എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്. എം ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കുട്ടിയാണ്. എനിക്കൊന്ന് കലാതിലകമാകാൻ സാധ്യതയുള്ള കുട്ടിയായിരുന്നു. എനിക്ക് ഇപ്പൊ അതിന്റെ അപ്ഡേഷൻ അറിയില്ല എങ്ങനെയാണ്. അപ്പൊ എന്തായാലും സന്തോഷം. ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല, അച്ഛന്റെ പേര് ചോദിച്ചില്ല. സുരേഷ് മേയ്ക്കെന്ന് പറഞ്ഞു. അച്ഛന്റെ പേര് സുരേഷ്, അമ്മയുടെ പേര് പുഷ്പ. അപ്പൊ സുരേഷ് പുഷ്പ ദമ്പതികൾ ഹാപ്പിയാണല്ലോ? ഹാപ്പിയാണല്ലോ. ഈ മകളുടെ ഡാൻസും ഒക്കെ നൃത്തവും വാർത്തയൊക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ രാത്രി 12:30 മണിയാകുമ്പോൾ 24 ഓഫ് ചെയ്യണം. കാര്യം റിപ്പീറ്റാ, അതുകൂടെ കണ്ട് നിങ്ങൾ സഹായിച്ചോടായിരുന്നു. ഓക്കെ, ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ പ്രവിതയുടെ വീട്ടിൽ കയറി പൊങ്കാല കഴിക്കാൻ. ഇല്ല, അപ്പൊ അച്ഛനിങ്ങനെ ഓരോ മുറിയിലൊക്കെ ഇങ്ങനെ, ഈ മുറി ഇപ്പൊ അമ്മയാണ് ഉപയോഗിച്ചിരുന്നത്, ഇപ്പൊ അമ്മ ഇല്ല, അച്ഛൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ ഇനിയിപ്പോ ഇത് വാവയ്ക്ക് ഉപയോഗിക്കാനാ എന്നൊക്കെ. അപ്പൊ വാവയുണ്ടല്ലോ, അപ്പൊ എന്റെ വിചാരം ഇത് വാവ ഉപയോഗിക്കുമല്ലോ എന്നാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വാവ ഇതാ. വിളിക്കുന്ന വാവേന്നല്ലേ? ഓക്കെ, അപ്പൊ രജിപ്പിച്ച് അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ അങ്ങനെ ആക്കിയേക്കാം. ഓഫീസിലെ ഈ ലക്ഷ്മി എന്നൊക്കെ നീട്ടി വിളിക്കുന്നേക്കാളും വാവേ വാർത്ത വായിച്ചു തുടങ്ങും എന്ന് പറയാൻ കുറച്ച് എളുപ്പമാണ്. അപ്പൊ മാത്രമല്ല ആഷ്മി, നമ്മുടെ എളുപ്പം എന്തറിയോ? ഇനിയിപ്പോ നമ്മളൊക്കെ ഈ മോർണിംഗ് ഷോ കഴിയുമ്പോ ഇനി 100 ന്യൂസുമായി വാവ വരും. ഒരു കാര്യം കൂടി, ഞാൻ അമേരിക്കയിൽ പോയപ്പോ ഞാൻ ഇത് എപ്പോഴാ പോകാതിരിക്കുന്നാല് അല്ലല്ല, അമേരിക്കയിൽ വെച്ച് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 24 ഇഷ്ടമാണ്. അതിന് കാരണം ഞങ്ങളുടെ വാവ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ വാവാന്നാണോ വിളിക്കുന്നത്? അല്ല, പ്രവിത ലക്ഷ്മിയുടെ അയൽവാസികളോ സുഹൃത്തുക്കളാണ്, അറിയാലോ, ചോദിക്കൂ. അല്ല, നമ്മള് വർഷങ്ങളായിട്ട് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അമേരിക്കയില് അവര് വാവയെന്ന് തന്നെയാ പറയുന്നത്. സാർ, എന്റെ നാട്ടുകാർക്കും ചേട്ടന്റെ ഫ്രണ്ട്സിനും എല്ലാം ഞാൻ ഇപ്പോഴും വാവ തന്നെയാണ്. ഈ വാവയോട് ഒരു വർത്താനം ചോദിക്കട്ടെ സ്കേൻ? ഞാൻ ഈ കുഞ്ഞുമോളൊന്നും മിണ്ടിയില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഇഷ്ടായോ? ഇവിടെ ഇഷ്ടാണോ? പാട്ട് പാടുവോ? ഡാൻസ് പഠിക്കോ? ഉണ്ടോ? അമ്മായി ഒന്ന് ആനക്കുട്ടിയെ മേടിച്ചു തന്നോ മോക്ക്? കിട്ടിയോ അത്? ആനയാണോ ഏറ്റവും ഇഷ്ടം? ഇതാരായി നിക്കുന്നേ, അറിയോ? പേടിപ്പിക്കല്ലേ നമ്മള് നോക്കി പറയാം. അപ്പൊ ശ്രുതിബാല ആങ്കറിംഗ് ഇപ്പൊ ഈടെയായിട്ട് ചെയ്യുന്നില്ലേ? എങ്ങനെയാ എന്റെ സംഭവം? ഞാൻ കുറച്ചായിട്ട് ദുബായിലായിരുന്നു. അപ്പം അവിടെ പോയി ദുബായിലായിരുന്നു. ഒരു പരിവാക്കിയോ? അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പം മറ്റേ ആളെവിടെ? ദുബായിൽ തന്നെ. അദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട് പോന്നു. ഇപ്പൊ അങ്ങോട്ട് പോകും ഉടനെ തന്നെ? ഉടനെ ഇല്ല, ഇപ്പൊ കുറച്ച് ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സന്തോഷം. അമ്മയ്ക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടോ? നമ്മൾ ഈ വാർത്തയൊക്കെ വായിച്ച് ജീവിച്ചു പോകുന്ന ആൾക്കാരാ, എന്തെങ്കിലും പറയാനുണ്ടോ? അത് മൈക്ക് കൊടുത്ത്. പ്രത്യേകിച്ചൊന്നും പറയാറില്ല. ഞാൻ 24 സ്ഥിരം കാണുന്ന ആളാണ്. ഓക്കെ, ഇനി പ്രത്യേകിച്ചൊന്നും പറയാനല്ലേ? ഓക്കെ, അപ്പൊ അച്ഛനോ? പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാം പുള്ളിക്കാരുടെ നിയന്ത്രണത്തിലാണ് ഇത്ര നാൾ പൊക്കോണ്ടിരുന്നത്. അതിലങ്ങ് അഭിമാനിക്കണം. അങ്ങനെയുള്ള അച്ഛന്മാരെ നമ്മുടെ നാടിന് ആവശ്യമായും. കാരണം വെച്ചാല് ഞാൻ നാട്ടിലില്ലാത്ത കാരണം
കുടുംബം നന്നായിട്ട് ഭംഗിയായിട്ട് കൊണ്ടു നടന്ന ഒരു അമ്മയാണ്. അച്ഛന്റെ അതേ അവസ്ഥ എവിടെ നിൽക്കുന്നവരല്ല, പക്ഷെ പറയത്തില്ലെന്ന് അത് കറിക്കും. ഞാൻ പിന്നെ ഒരു പക്ഷേ പറയില്ല. അച്ഛൻ വളരെ അഭിമാനത്തോടെ അത് പറഞ്ഞു. അമ്മ മനസ്സിലാക്കണം. കാരണം വെച്ചാൽ ഞാൻ അടുത്തില്ലാത്ത കാരണം അതിൻ്റെ ഒരു ഗുണം ഉണ്ടോ? ഉണ്ട്. 24 അല്ല അതല്ല സ്കേൻ എന്നെ ഇപ്പൊ അച്ഛൻ ഇല്ലാഞ്ഞിട്ട് പോലും എന്നെ ഡാൻസിനും എല്ലാ പ്രോഗ്രാംസിനും ഒക്കെ എന്നെ കൊണ്ടുപോയിട്ടുള്ളത് എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനുമാണ്. അപ്പോൾ അമ്മയും ചേട്ടനും എനിക്ക് തോന്നുന്നു എൻ്റെ ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് കുറേ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ഡാൻസും പാട്ടൊന്നും പഠിക്കില്ല. എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ട്. എൻ്റെ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചേട്ടനെ ഒരു സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാം. നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് പ്രേംചേട്ടന് നമ്മുടെ 24 വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. എന്റെ കൂടെ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു ദിവസം കൊണ്ടുവരാം. അപ്പൊ അമ്മ നന്ദി, താങ്ക് യു. വാവയുടെ സന്തോഷം. ഓക്കെ താങ്ക് യു പ്രതിലക്ഷ്മി, താങ്ക് യു ശ്രുതിബാല, താങ്ക് യു അമ്മയുടെ മോളെ, താങ്ക് യു. ഓക്കെ മിടുക്കി കുട്ടി. ഓക്കെ ഓക്കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇതുപോലുള്ള നിങ്ങളൊരു പക്ഷേ വാർത്താ സംപ്രേഷണത്തിനിടയിലൊന്നും നമ്മുടെ ബന്ധുക്കളെയോ പരിചയക്കാരെയോ സുഹൃത്തുക്കളെയോ ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ചാറ്റ് റൂമിൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാൻ കഴിയും. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഇന്ന് പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് ശാസനം വന്നു. ആ കമാൻഡ് നമ്മൾ അനുസരിക്കണ്ടേ? ഗോപികൃഷ്ണൻ ഇടവേളയ്ക്ക് വന്നു. ഹാഷ്മി എന്താണ് ഹാഷ്മി? അപ്പൊ ബ്രേക്ക്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ തത്സമയം നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പി പി ജെയിംസിന്റെ 1-2 കാര്യങ്ങൾ അറിയാനുണ്ട്. ആഷ്മി, പി പി ജെയിംസ് ഉഗാണ്ടയിൽ പോയപ്പോൾ നമ്മൾ തുടങ്ങണ്ട. ഞാൻ പി പി ജെയിംസ് യഥാർത്ഥത്തിലെ ഈ നമ്മുടെ വിദേശ വാർത്തകളുടെ ഈ തള്ളാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ പരാതി പറയുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട്. നല്ലതാണ് അത്. മാത്രമല്ല ഒരു തുള്ളൽ വിദഗ്ധനാണെന്ന് കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ തള്ളൽ വിദഗ്ധനാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പി പി ഈ വിദേശ വാർത്തകളിലെ തള്ളൽ കൂടാതെ ബാക്കിയുള്ള ഇഷ്ടവിനോദങ്ങൾ എന്തൊക്കെയാ? ഇഷ്ടവിനോദം ഒരുപാട് വിനോദമുണ്ട്. അല്ല പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഈ സിനിമയോട് അത്യാവശ്യം നല്ല ഭ്രാന്തുണ്ട്. 22 എഡീഷൻ IFFK ഫുള്ളായിട്ട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ വന്ന ശേഷമാണ് പിന്നെ കാണാതായത്. അപ്പോൾ ഞാൻ പി പിയുടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ശരിക്കും അത് യുനെസ്കോ പ്രസിദ്ധപ്പെടുത്തേണ്ട ഒരു വീഡിയോ ആണ്. അയ്യോ, അത് അത്രയും ഒരു താത്വിക നിലവാരവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ യുനെസ്കോയിലേക്ക് നമ്മളത് അയക്കാൻ വെച്ചിരിക്കുകയായിരുന്നു ഈ വീഡിയോ. ഇത് കൊടുക്കണോ അതോ യുനെസ്കോ സമർപ്പിക്കണോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ഇരുന്നപ്പോൾ നമ്മുടെ സൈദ്ധാന്തികന്മാരോട് ആലോചിച്ച് പറഞ്ഞു, യുനെസ്കോയിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ മലയാളി പ്രേക്ഷകർ ഇത് കാണട്ടെ. അന്തർദേശീയ തലത്തിൽ സൂപ്പർ ഹിറ്റാകാൻ പോകുന്ന ഒരു രംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിപ്പയർ ഫോർ എ ഷോക്ക്. ഇത് വല്ലാത്തതായിരിക്കും. വല്ല ഡാൻസ് ഇത് അമേരിക്കയിൽ പോയിട്ട് എന്നോട് എല്ലാവരും കൂടി പറഞ്ഞിട്ട് ഒരു നൃത്തം ചെയ്യാൻ പറഞ്ഞ് എനിക്കൊരു പണിഷ്മെന്റ് പോലെ തന്നതാണ്. ഇത് വളരെ വിജ്ഞാനപ്രദമായിരിക്കുന്നു. അല്ല ഒരു കാര്യമാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് മറന്നുപോയിട്ടുണ്ടോ? അത് ഒന്നുകൂടെ നോക്കിയാലോ? അത് വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇന്ന് എനിക്കൊരു പണി ഉണ്ടാവും. എവിടെന്നെങ്കിലും ഞാൻ നൃത്തം ചെയ്തൊരു സാധനം പൊക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു. പക്ഷെ ആരും പറഞ്ഞു ഇത് അമേരിക്കയല്ലേ? മൂന്നാർ ടൂർ പോയപ്പോഴുള്ള അല്ലല്ല, ഇത് മൂന്നാറിലെ ഒന്നുകൂടെ കാണിക്കണോ? അത് സെറ്റ് ഇട്ടാണോ എനിക്ക് സംശയം. നമ്മുടെ 24 ടൂർ ടൂറിന് പോയപ്പം അമേരിക്കയിലും ഒന്നുകൂടെ വീഡിയോ വാളിലുണ്ട്. മൂന്നാർ നോക്കിക്കോളൂ. ഫുൾ സ്ക്രീനിൽ കാണിക്കൂ, എന്നാലേ അത് മനസ്സിലാവും. ഫുൾ സ്ക്രീൻ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? റെഡി. കട്ട്. അപ്പൊ ഇപ്പൊ
ഇപ്പൊ അമേരിക്കയാണോ മൂന്നാറാണോ? സാറിന് ഓർമ്മയില്ല അതാണ്. മൂന്നാർ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുതൽ മൂന്നാർ പോയി തിരിഞ്ഞ് ഇവിടെ വരെ ഒരു നിവർത്തിയുടെ ഡാൻസ് ആയിരുന്നു തന്നെയാണ്. ഞാനാ പറഞ്ഞത് ഞാൻ ഉണ്ടായിരുന്നു. ഒരു പട്ടം കൊടുത്തേക്കാം അല്ലേ? ആസ്ഥാന നർത്തകൻ അത് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഒരു പെങ്കുച്ചെന്ന് പറഞ്ഞു, ഞാനത് പറയുന്നില്ല. ഈ പ്രായത്തിൽ എല്ലാവരും ഇതാ ഒരു കാര്യം പറയാം, ഈ ഹാഷ്മി ഇത് അസൂയ കൊണ്ട് അസൂയ വളരെ കൂടിയിട്ടുണ്ട്. ഹാഷ്മിയേക്കാൾ നന്നായി ഞാൻ നൃത്തം ചെയ്യും. ഒരു സംശയം അല്ല പി പി ഇത് വളരെ വളരെ അല്ലെങ്കിൽ ഹാഷ്മി ഇപ്പൊ നൃത്തം ചെയ്ത് കാണിച്ചു തീർന്നില്ല. ജെയിംസ് കൊമ്പടി ഞാമാക്കാൽ എങ്ങനെയായിരുന്നു എന്ന് പറയാനായിട്ട് ഒരു സുഹൃത്ത് വരുന്നുണ്ട്. എന്റെ ദൈവം വരട്ടെ, ശത്രുവാണോ? ഗസ് ചെയ്യാൻ പറ്റുമോ ആരാന്ന്? ഹായ് ജെയിംസ്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? വിൽസൺ. ജെയിംസ് ഞാൻ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചതാണ്. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത്, അതും സോഷ്യൽ മീഡിയ വഴിയാണ്. ജെയിംസിനെ കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളാണ് എനിക്കുള്ളത്. കൊച്ചിലെ തന്നെ കല, സാഹിത്യം, കവിത ഇതിലൊക്കെ ഒരുപാട് പ്രാവീണ്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജെയിംസ്. നല്ലവണ്ണം പ്രസംഗിക്കുമായിരുന്നു മലയാളത്തിൽ. അന്നൊക്കെ ഞാൻ ധരിച്ചിരുന്ന ജെയിംസ് ഒരു കോളേജ് പ്രൊഫസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും എന്നായിരുന്നു. പിന്നീട് ഞങ്ങളുടെ അലുമിനി കൂടുന്നുണ്ട്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അലുമിനി കൂടാറുണ്ട്. ആ അലുമിനി കൂടുന്ന സമയത്താണ് മനസ്സിലായത്, ആദ്യമായിട്ടൊരു 6-7 വർഷം മുമ്പാണ് ഞങ്ങളുടെ ആദ്യം അലുമിനി കൂടിയത്. അന്നാണ് മനസ്സിലായത് ജെയിംസ് പ്രൊഫസറായില്ല, ഒരു പത്രപ്രവർത്തകനായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എനിവേ ജെയിംസിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. നല്ലൊരു കുട്ടിയായിരുന്നു. ജീവിതത്തിന് നല്ല സക്സസ് പുള്ളി നേടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ഇന്നും ഞങ്ങളുടെ അലുമിനി കൂടുമ്പോൾ ജെയിംസ് ഇല്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതൊരു എൻ്റർടൈനർ, വന്ന് എല്ലാവരും സന്തോഷിപ്പിക്കും, ലോക കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കും. പല പല കാര്യങ്ങളും ജെയിംസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സഹപാഠിയാണ് ജെയിംസ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് അഹങ്കാരം തന്നെയുണ്ടെന്ന് കൂട്ടിക്കും. ജെയിംസ്, ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ എൻഡ്. ജെയിംസ്, അപ്പൊ ഈ സുഹൃത്ത് ആരാണ്? വിശദാംശങ്ങൾ. ഇത് എൻ്റെ കൂടെ പഠിച്ച വിൽസൺ അളിയത്താണ്. വിൽസൺ വളരെ നല്ല മിടുക്കനായിട്ടുള്ള അലിയത്ത്. അതേ ഒരു നൈരാശ്യം രേഖപ്പെടുത്തിയല്ലോ, വലിയ നിലയിൽ പ്രൊഫസർ ആവുന്നൊക്കെ വിചാരിച്ചു, അതിനെ വാർത്തയിൽ ഇരിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു തലമുറ രക്ഷപ്പെട്ടു, പ്രൊഫസർ ആയില്ലല്ലോ. അതെ, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജില് എനിക്ക് ലെക്ചർഷിപ്പ് കിട്ടിയതാണ്. അത് വേണ്ടത് വെച്ചിട്ടാണ് ഞാൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജില് ഞാൻ MSc അവിടെയാണ് പഠിച്ചത്. MSc അല്ല 7 വർഷം. 3 റാങ്ക് അവിടെ നിന്നാണ് കിട്ടിയത്. ഏതാ? 3 റാങ്ക് കേട്ട് പഠിക്കും. അപ്പൊ എന്തായാലും ഞാൻ ജേർണലിസം തീരുമാനിച്ചു വന്നതാ. പി ജെയിംസിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ ഗോപികൃഷ്ണന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. വിശേഷം ഒത്തിരി ഉണ്ട് ഗോപിക്കാവും. അതായത് ഈ പി ജെയിംസ് സൗഹൃദങ്ങളൊക്കെ, അപ്പൊ 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ആളാണെന്നാ പറഞ്ഞത് അളിയത്ത്. അപ്പോൾ ഈ സൗഹൃദങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് നോക്കുന്ന ആളാണോ? നന്നായിട്ട് സൗഹൃദങ്ങളുള്ളതാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ ഡോൺ ബോസ്കോയില് എനിക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പഠിച്ചവര് അവരെയൊക്കെ കണ്ടാൽ പേരിട്ട് വിളിക്കാൻ പറ്റുമോ? പറ്റും, തിരിച്ചറിയാൻ പറ്റും. ഒരുവിധം ആൾക്കാരെയൊക്കെ പറ്റും. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. അങ്ങനെ ഒരാളെ വിളിച്ചോണ്ട് വരട്ടോ? അയ്യോ, അങ്ങനെയുണ്ടോ? അപ്പൊ ഗോപി വളരെ തിരക്കിലാണെന്ന് അറിയുന്നു. എന്തൊക്കെയാ വിശേഷങ്ങൾ ഗോപി? ഗോപി വിചാരിക്കുന്നേ ഇവിടെ ആരെ വിളിച്ചാലും അവർക്ക് എന്തെങ്കിലും ഒരു നമ്പർ. ഗോപി ഇതുപോലെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അല്ല, അതിന്റെ വല്ല വീഡിയോ എല്ലാം ലഭ്യമാണോ? ഉണ്ടാകാം, ഒരു പക്ഷെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഒരു ടീമായിരുന്നു. ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചില വീഡിയോകളൊക്കെ ഉണ്ട്. നമ്മളത് ഇപ്പൊ പുറത്തിറക്കുന്നില്ല, കാര്യം ആ വീഡിയോ ഒന്ന് സെൻസർ ചെയ്യണമെന്ന് തോന്നുന്നു. ആണോ? എന്തായാലും അല്ല, സെൻസർ ചെയ്യേണ്ട ഒരു വീഡിയോ ഇതിലും അല്ല ഒന്നുമില്ല.
ഇത്രയും പറഞ്ഞിട്ട് ആ വീഡിയോ കാണിക്കണം. അല്ല ഇനി എന്തായാലും സാറേ കാണിച്ചേ പറ്റൂ അല്ലേ? അതല്ലേ രസമല്ല. ഈ ഗോപിയുടെ കാര്യത്തിലൊക്കെ സ്മിതി വലിയ വിവരമുള്ളവളെ പോലെ സംസാരിക്കും. അല്ല ആണോ? എനിക്കറിയില്ല, അത് സ്മിതയ്ക്ക് അറിയാം. നമ്മൾ കാണുന്നതാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, അത് അവിടെ കൊണ്ട് നിർത്തണല്ലേ? അത്ര മതിയല്ലോ. ഓക്കെ, ഈ വിജയന്റെ ഈ ഗൂഢസ്മിതത്തിലും കുറെ അർത്ഥങ്ങളുണ്ട്. എന്താ വിജയ? ചോദിച്ചോണ്ട് ചിരിച്ചേ ഉള്ളൂ. ഓക്കെ, കോറസ്. അപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് വേറെ വിജയകുമാർ സീരിയസ് ആയിട്ടൊരു കാര്യം, ഞാൻ ഗോപിയിലേക്ക് വരാം. അപ്പൊ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിലെ ദുരൂഹത 24 ആണ് പുറത്തു കൊണ്ടുവന്നതെന്ന് പ്രേക്ഷകർക്കറിയാം. നിങ്ങൾക്കറിയുന്ന പോലെ ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർ MG പ്രതീഷാണ് ഈ വാർത്ത. ശരിക്കും സാധാരണ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രതീഷ് അവിടെ പോയതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യുമ്പോഴാണ് ഇത്രയും വലിയ ഒരു ഭീകരമായ പീഡനം അനുഭവിച്ചതിന് ശേഷമാണ് മരണത്തിന് സിദ്ധാർത്ഥൻ കീഴടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇന്നും കൂടെ 24ൻ്റെ മോർണിംഗ് ഷോയിലും ഒക്കെ തന്നെ ആ പിതാവ് പങ്കെടുത്തു. എൻകൗണ്ടറിൽ അദ്ദേഹം വന്നിരുന്നു. എന്തായാലും ആ അമ്മയ്ക്കും അച്ഛനും ഇനി എന്തെങ്കിലും കണ്ണീർ തോരുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മളെന്തിനാ ഇതിങ്ങനെ പെരുപ്പിച്ച് പറയുന്നത്? നമുക്ക് ഇതൊക്കെ ആദ്യ സംഭവമാണോ കേരളത്തിൽ? ഇത് അവസാനത്തെ സംഭവം ആകണം, അത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ആ സ്റ്റോറിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ MG പ്രതീഷ് അവിടെ എത്തുന്ന ദിവസം മുതൽ സീനിയർ വിദ്യാർത്ഥികളും സിദ്ധാർത്ഥിനോടൊപ്പം പഠിക്കുന്ന സഹപാഠികളും അടക്കം ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം. കേരളം നടുങ്ങിയ ക്രൂരത പുറത്തു കൊണ്ടുവന്നത് 24. സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രധാന പ്രതി പിടിയിലായി. പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. JS സിദ്ധാർത്ഥന് നീതിക്കായി നിരന്തരം വാർത്ത. പ്രത്യേക സംഘം ഈ കേസ് ഏറ്റെടുക്കുന്നുണ്ട്. 12 പേരിൽ ഒരാളാണ്. കേരളം ഏറ്റെടുത്ത വാർത്ത, കൊടും ക്രൂരതയെ തുറന്നു കാട്ടിയ വാർത്ത. ഒരു കാരണവശാലും ഈ പ്രതികളെ വെറുതെ വിട്ടുകൂടാ. 24 ഒരു നന്ദി പറയുകയാണ്. നന്ദി വേണ്ട സാർ, ഞങ്ങളുടെ ദൗത്യമാണ്. 24 ആദ്യമറിഞ്ഞത്, ആഴത്തിലറിഞ്ഞത്, ആധികാരികമായത്. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഫോൺ ഇടയ്ക്ക് ഓഫായിരുന്നു, ഞാൻ എപ്പം ചാർജ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തോ തിരികെ പോകുന്നത് എറണാകുളത്ത് എത്തിയപ്പോൾ എനിക്കൊരു എന്നെ അവിടുന്ന് വിളിച്ചിട്ടൊരു സർട്ടിഫിക്കറ്റ് എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്തായാലും സ്വന്തമായിട്ട് എന്തായിരുന്നാലും ചെയ്യാനുള്ള ധൈര്യം ഇല്ല അവന്. എന്തോ ഒരു അവൻ ഭയങ്കര പേടിയാണ്, ശരിക്കും പേടിയിൽ ആരൊക്കെ എന്തോ. സിദ്ധാർത്ഥിന്റെ അമ്മ ഷീജയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് മരണത്തിലെ ദുരൂഹത നീക്കാനുള്ള 24 ദൗത്യം. ഫെബ്രുവരി 15-ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ സിദ്ധാർത്ഥ എറണാകുളത്തിറങ്ങി തിരികെ കോളേജിലേക്ക് പോകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകണമെന്ന ഉറപ്പായിരുന്നു. തുടക്കം മുതൽ സഹപാഠികൾ കാണിച്ച ഭീതിയും മറച്ചുവയ്ക്കലും ദുരൂഹതകൾ വർദ്ധിപ്പിച്ചു. സിദ്ധാർത്ഥിന്റെ മരണത്തിലെ ദുരൂഹതകളും ക്രൂരമർദ്ദനം നേരിട്ടെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങളുമായിരുന്നു 24 പുറത്തുവിട്ട ആദ്യ വാർത്ത. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നു. നെടുമങ്ങാട് വിനോദ് നഗറിൽ ജയപ്രകാശ് ഷീബ ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥിനെയാണ് ഹോസ്റ്റലും ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് മുമ്പ് സിദ്ധാർത്ഥിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്ന കുടുംബം പരാതി പറയുന്നു. വാർത്തയ്ക്ക് പിന്നാലെ 12 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കി. അപ്പോഴും സംശയങ്ങൾ ബാക്കി. ഫെബ്രുവരി 24-ന് സിദ്ധാർത്ഥ് നേരിട്ട ക്രൂരമർദ്ദനങ്ങൾ 24 പുറത്തുവിട്ടു. SKN വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം ശരിവെച്ചുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ കുടുംബം ആരോപിച്ച ഒരു കാര്യം സിദ്ധാർത്ഥിന് കോളേജിൽ വെച്ച് ക്രൂരമായി മർദ്ദനമേറ്റു എന്നതാണ്. ഫെബ്രുവരി 26-ന് 24 വാർത്ത ശരിവെച്ച് സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. 12 വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് നിരോധന കുറ്റം ചുമത്തി. സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ 3 ദിവസം പഴക്കമുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. താടിയിലും തലയ്ക്കും ക്ഷതമേറ്റ പാടുകളുണ്ട്. ഇരുമ്പ് വടികൊണ്ട് തലയ്ക്ക് അടിച്ചുവെന്നാണ് സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണം കൽപ്പറ്റ DYSP ഏറ്റെടുത്തു. പിന്നാലെ ആദ്യ അറസ്റ്റ്. പരസ്യ വിചാരണ നടത്തി എന്നതടക്കമുള്ള വലിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ 6 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ 6 വിദ്യാർത്ഥികളും ഇതേ കോളേജിൽ പഠിക്കുന്നവരാണ്. വെറുമൊരു കലാലയ ആത്മഹത്യയായി മാത്രം അടയാളപ്പെടുത്തുമായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം ഇന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. സമാനതകളില്ലാത്ത ക്രൂരതകൾക്കെതിരെ ജനരോഷമിരമ്പി. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ആ ക്രൂരതകളെ തള്ളിപ്പറഞ്ഞു.
അങ്ങേയറ്റം നമ്മളെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയോടെ കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായി. സിദ്ധാർത്ഥിൻ്റേത് ആത്മഹത്യയോ കൊലപാതകമോ എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല. വാർത്തയെ തള്ളിപ്പറഞ്ഞവർക്കും ന്യായീകരണവുമായി എത്തിയവർക്കും മറുപടിയായി ഇന്ന് കോളേജിലെ വിദ്യാർത്ഥിനിയുടെ നിർണായക ശബ്ദരേഖയും 24 പുറത്തുവിട്ടു. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനെ തല്ലിക്കൊന്നത് തന്നെയാണ്. എന്റെ ബാച്ചിലുള്ളവരും ഇതിൽ പങ്കുണ്ട്. ഒരാളെ പോലെ വെറുതെ വിടരുത് കൊന്നതാ. അവന്മാർ പുറത്ത് നല്ലവരാന്ന് അഭിനയിച്ചവന്മാരുടെ കഴുകന്മാരെ കാണും മോശം ആൾക്കാർ. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ രാഷ്ട്രീയം നോക്കാതെ നടപടിയെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ പ്രതികളെ CPM സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം. സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനവും പിന്നീടുണ്ടായ വീഴ്ചകളും എണ്ണി പറഞ്ഞത് 24 ആണ്. സിദ്ധാർത്ഥിന് നീതി കിട്ടും വരെ ആ ദൗത്യം തുടരുക തന്നെ ചെയ്യും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. അനുജ, നമ്മുടെ പ്രതീക്ഷ ഇപ്പം അല്പനിമിഷങ്ങൾക്കകം ചേരും. എന്നാലും ഒരു അമ്മ എന്ന നിലയിലും അതുപോലെ വാർത്താവതാരക എന്ന നിലയിലും ഒരുപക്ഷെ ഇത്തരം റാഗിങ് പീഡനങ്ങൾ കേരളത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അനുജയ്ക്ക് വാർത്താ പ്രക്ഷേപണത്തിനിടെ എന്താ തോന്നിയത്? കാര്യം നമ്മൾ ഈ വാർത്ത വായിച്ചിട്ട് വെറുതെ അടുത്ത വാർത്തയ്ക്കായി കാത്തിരിക്കുമ്പോഴും ഇത് നമ്മളെ വേട്ടയാടുമല്ലോ. തീർച്ചയായിട്ടും സാർ, അത് വാർത്ത വായിക്കുമ്പോൾ മാത്രമല്ല, ഡെസ്കിലിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു, നമ്മൾ കുട്ടിയെ പഠിക്കാൻ വിടുകയാണ്. അപ്പോൾ എന്ത് സുരക്ഷിതത്വമാണ് നമ്മുടെ കുട്ടിക്ക് കേരളത്തിലെ ഒരു കോളേജിലുള്ളത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഭയപ്പെടുത്തിയത് മൗനമാണ്. ഇതിൽ കണ്ടുകൊണ്ട് നിന്ന കുറേ കുട്ടികൾ, 130ഓളം കുട്ടികൾ ഇത് കണ്ടുകൊണ്ട് മിണ്ടാതെ നിന്നു. പിന്നീട് ഈ പുറത്തറിയിക്കാതെ, അല്ല, ഭയക്കുക എന്ന് പറഞ്ഞാൽ പോലും സാർ ഒരു ജീവനാണത്. എന്ത് ഭയമാണ്! ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണല്ലോ ഞാൻ നോക്കേണ്ടത്. അതിനപ്പുറം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ അത്. അവിടെ എന്തുകൊണ്ട് മൗനം പാലിച്ചു എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതെന്താണ് ഭയം? നമ്മുടെ ഒരു നിയമ സംവിധാനവും പോലീസും ഒക്കെ ഉള്ളൊരു നാടാണല്ലോ. ഇത്ര ഭയപ്പെട്ട് നമുക്കെങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമുക്ക് MG പ്രതീഷ് നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. MG പ്രതീഷാണ്. ഒരിക്കൽ കൂടി നമുക്ക് സന്തോഷമുള്ളൊരു കാര്യം, നമുക്കൊരു പക്ഷേ എന്തായാലും ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ വേദനകൾക്ക് ശമനമായിട്ട് കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇനി ഒരാളിനും ഈ ക്യാമ്പസിൽ ഈ അനുഭവം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സ്വീകരിക്കണമെന്ന മാധ്യമങ്ങളെ പ്രേരിപ്പിക്കാനെങ്കിലും നമ്മുടെ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത MG പ്രതീഷാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രതീഷ്, തീർച്ചയായിട്ടും ഞാൻ രാവിലെ പറഞ്ഞതുപോലെ പ്രതീഷ് ഒരു അഭിനന്ദനം അറിയിക്കുന്നു. ഈ വേളയിൽ നമുക്ക് ഒരിക്കലും ഈ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണം നമ്മളിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെ നമ്മൾ കുറച്ച് കാണുകയില്ല. എന്നാലും ആ വീട്ടിലെ അമ്മയും അച്ഛനുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ച ഒരാളെന്ന നിലയിൽ അവരുടെ മനസ്സിലിരുമ്പുന്ന ആ കടലുണ്ടല്ലോ, ആ ദുഃഖത്തിൻ്റെ കടൽ, അത് നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് നമ്മുടെ പ്രേക്ഷക സമൂഹത്തോട് പറയാനുള്ളത്? SKN സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം തൻ്റെ മകനുണ്ടായ ഈ ഒരു അവസ്ഥ മറ്റൊരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്നതാണ് ഈ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന കാര്യം. ഇത്രത്തോളം ഒരു നിയമപരമായും ആ ഒരു പോരാട്ടത്തിലേക്ക് മാതാപിതാക്കളെ നയിച്ചതും ആ ഒരു കാരണം തന്നെയാണ്. തൻ്റെ മകനെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അവർക്കറിയാം. പക്ഷേ ഇത്തരത്തിൽ ഒരു ക്യാമ്പസിലും മൃഗീയമായി അല്ലെങ്കിൽ അത്രത്തോളം ക്രൂരമായ ഒരു വിദ്യാർത്ഥിയും മർദ്ദനത്തിനോ റാഗിങ്ങിനോ ഇരയാകരുതെന്ന് ആ അമ്മയ്ക്കും അച്ഛനും അത്രത്തോളം നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും വരെ ഈ പോരാട്ടം തുടരുമെന്ന് ഈ മാതാപിതാക്കൾ അറിയിക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഈ നെടുമങ്ങാട്ടെ വീട്ടിൽ പോകുന്ന ആദ്യ ദിവസം തന്നെ ഈ കുടുംബത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഈ മരണത്തിലെ ദുരൂഹത കൃത്യമായി വ്യക്തമായിരുന്നു. കാരണം പിന്നീട് ഈ ക്യാമ്പസിലെ തന്നെ പല വിദ്യാർത്ഥികളും മൗനം പാലിച്ചപ്പോൾ ചില വിദ്യാർത്ഥികളെങ്കിലും ഈ തുറന്നു പറയാൻ തയ്യാറായി മാതാപിതാക്കളുടെ അടുത്ത് വന്നിരുന്നു. ഇന്ന് നമ്മൾ പുറത്തുവിട്ട ഈ ശബ്ദരേഖ അടക്കം കുറേ ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭിച്ചതാണ്. പക്ഷേ അത് പുറത്തുവിടണമോ എന്ന കാര്യത്തിൽ ചില ആശങ്കയുണ്ടായിരുന്നു. കാരണം ഇത് പുറത്തുവിട്ടാൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ആ ക്യാമ്പസിൽ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക എന്നെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥിന് പൂർണ്ണമായും നീതി കിട്ടണമെങ്കിൽ ആ ശബ്ദരേഖയും ആ പെൺകുട്ടി പറയുന്ന ഓരോ വാചകങ്ങളും പൊതുസമൂഹം കേൾക്കണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അത്തരത്തിലൊരു ശബ്ദരേഖ പുറത്തുവിട്ടത്. അത് ആ പെൺകുട്ടിയെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ തുറന്നു പറച്ചിലാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയെന്ന് എഴുതിത്തള്ളുമായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണം ഇത്രത്തോളം ചർച്ചയായതും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതും. എന്തായാലും മുഴുവൻ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് ആ മാതാപിതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ആ മാതാപിതാക്കളുടെ ദുഃഖത്തിലും അവരുടെ പോരാട്ടത്തിലും പൊതുസമൂഹവും ഒപ്പമുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യവും. SKN.
ഓക്കെ, താങ്ക് യു. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യമായി വാർത്ത പുറം ലോകത്തെ അറിയിച്ചത് MG പ്രതീഷ് ആയിരുന്നാൽ പ്രദീപ് എലൈറ്റ് പറയുന്നു, ഓരോ ചാനലും പറയുന്നു അവരാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. നമ്മൾ ഈ കാര്യത്തിൽ ഒരു തർക്കത്തിനില്ല. സത്യസന്ധമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ആരെങ്കിലും തർക്കിക്കുന്നില്ല, അതിൻ്റെ ക്രെഡിറ്റ് അവർ കൊണ്ടുപോയിക്കോട്ടെ. നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ, സിദ്ധാർത്ഥന് നീതി കിട്ടണം. ഇനി ഒരു ആളിനും ഈ അനുഭവം നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാകരുത്.